നീതിക്കായി പോരാടുന്ന വിദ്യാർത്ഥികളെ അധിക്ഷേപിച്ചുകൊണ്ട് പ്രമുഖ വ്യവസായിയായിട്ടുള്ള സോഹൻ റോയിയുടെ ഒരു അധിക്ഷേപ കവിത പുറത്തു വന്നിട്ടുണ്ട്. പാറ്റകൾ രോഗാണുവാഹിയെന്നോർക്കാതെ പാറ്റതനുദ്ദേശ ലക്ഷ്യം നനയ്ക്കാതെ പാറ്റകൾ രോഗാണുവാഹിയെന്നോർക്കാതെ പാറ്റതനുദ്ദേശ ലക്ഷ്യം നനയ്ക്കാതെ പാറ്റയെ തീർക്കുവാൻ നീ ഹിറ്റടിക്കുകിൽ പാറ്റകൾ കൂട്ടമായി നിൻ കുലം നാട്ടിക്കും. പാറ്റയെ തീർക്കുവാൻ നീ ഹിറ്റടിക്കുകിൽ പാറ്റകൾ കൂട്ടമായി നിൻ കുലം നാട്ടിക്കും. പാറ്റകൾ കൂട്ടമായി നിൻ കുലം നാട്ടിക്കും. ഡൽഹിയിലെ പാറ്റാ വിപ്ലവത്തെ മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹം എഴുതിയ കവിതകളിൽ പാറ്റകളെ വല്ലാതെ അധിക്ഷേപിക്കുന്നുണ്ട്. പാറ്റകൾ രോഗാണുവാഹകരാണത്രേ. അപ്പോൾ സ്വാഭാവികമായി അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഡൽഹിയിലെ ആ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് അവർ രോഗാണുവാഹകരാണ്. ആരെ സംബന്ധിക്കുന്നിടത്തോളം കേന്ദ്രം ഭരിക്കുന്നവർ പരിഗണിക്കേണ്ടത് അവർ രോഗാണുവാഹകരാണ്. അത് തിരിച്ചറിയാതെ ഹിറ്റടിച്ചാൽ അത് നിന്റെ കുലം നാറ്റിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ നിമിഷ കവിത. അതായത് സംഘപരിവാറുകാർക്ക് കൊടുത്തിരിക്കുന്ന ഉപദേശമാണ് കേന്ദ്രന്മാർക്ക് അദ്ദേഹം നൽകിയിരിക്കുന്ന വിദഗ്ധമായിട്ടുള്ള കവിതാ സാരോപദേശമാണ്. ആ വന്നിരിക്കുന്ന വിദ്യാർത്ഥികൾ നീറ്റ് പരീക്ഷാ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഒരു വികാരം രൂപപ്പെട്ടപ്പോൾ ആ ചെറുപ്പങ്ങളുടെ വികാരത്തെ അദ്ദേഹത്തിന് രോഗാണുവാഹകരായിട്ടുള്ള പാറ്റകളെന്ന് തോന്നുകയും അവർക്കുമേൽ പോലീസ് തല്ലിച്ചതയ്ക്കാൻ ഇറങ്ങി പുറപ്പെട്ടത് അല്ലെങ്കിൽ തലതല്ലി പൊളിച്ചത് ആ പാറ്റകളുടെ ഉദ്ദേശം മനസ്സിലാക്കാതെ ഹിറ്റടിച്ചാൽ കുലം നാറ്റിക്കുമെന്നുള്ള ഉപദേശം കൊടുക്കുമ്പോൾ സോഹൻ റോയ് എന്ന ബിസിനസ്സുകാരനോടും ചോദിക്കാനുള്ളത് ഇതേ പ്രായത്തിലുള്ള മക്കൾ നിങ്ങൾക്കും ഉണ്ടാകില്ലേ? ആ മക്കളെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി. അവർ എഴുതിയ പരീക്ഷയിൽ ഇമാതിരി സംഭവം ഉണ്ടാവുകയാണ്. അതിന്റെ പേരിൽ 12 കുട്ടികൾ ആത്മഹത്യ ചെയ്യുകയാണ്. അതിലൊരാൾ നിങ്ങളുടെ മകളോ മകനോ ആണെന്ന് കരുതുക. നിങ്ങൾക്ക് ഇത്ര ലാഘവത്തോടു കൂടി ഒരു കവിത എഴുതാൻ കഴിയുമോ? അങ്ങനെ ആ രക്ഷിതാക്കളെ കുറിച്ചൊന്ന് ആലോചിച്ചാൽ എന്തുകൊണ്ട് 15 വയസ്സ് കഴിഞ്ഞവരെ തെരുവിലേക്ക് പറഞ്ഞുവിടാൻ അച്ഛനമ്മയും മടിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ തനിക്ക് ശേഷിയില്ലെങ്കിൽ എന്തൊക്കെ കെട്ടിപ്പടുത്തിട്ട് എന്ത് കാര്യമെന്ന് ഈ നാട് ചോദിക്കും. കോടാനുകോടിയുടെ ബിസിനസ് സാമ്രാജ്യങ്ങൾ മാത്രമല്ല ഒരു മനുഷ്യനെ അടയാളപ്പെടുത്തുന്നത്. അയാളെന്ന വ്യക്തി ഒരു വിഷയത്തെ കൃത്യമായി മനസ്സിലാക്കി അതിൽ പ്രതികരിക്കുന്നു എന്നതിനെ കൂടി വിലയിരുത്തിയാണ്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ പണവും പ്രതാപവും ഒന്നും ഒരു മനുഷ്യന്റെ ഉള്ളിൽ ചിന്താശേഷി ഉണ്ടാക്കില്ല. അദ്ദേഹത്തെ സംബന്ധിക്കുന്നിടത്തോളം ഉള്ളിലെ രാഷ്ട്രീയമാണ് പ്രാമുഖ്യം. അതുകൊണ്ട് ഈ നാട്ടിലെ യുവാക്കളുടെ പ്രതിഷേധം, ആ പ്രതിഷേധത്തിൽ ഒരിടത്തും പ്രധാനമന്ത്രി രാജിവെക്കണമെന്നൊരു ആവശ്യം അവർ ഉന്നയിച്ചില്ല. വിദ്യാഭ്യാസ മന്ത്രി വീഴ്ച വരുത്തിയതിന് അദ്ദേഹം രാജിവെക്കണമെന്ന ആവശ്യമാണ് ഉന്നയിച്ചത്. അതിനെ നിങ്ങൾ ഇങ്ങനെ പരിഹസിക്കുകയാണെങ്കിൽ, അതിനെ ഇങ്ങനെ നിങ്ങൾ ഉപദേശം കൊടുക്കുകയാണെങ്കിൽ, നിങ്ങൾ ഇനി ഏതു വലിയ സാമ്രാജ്യത്തിന്റെ ഉടമയെന്ന് പറഞ്ഞാലും നിങ്ങളെ ഈ നാട്ടിലെ ജനങ്ങൾ പുല്ലുവില മാത്രമേ കൽപ്പിക്കത്തുള്ളൂ എന്ന് സോഹൻ റോയ്മാർ ഒന്ന് തിരിച്ചറിയുന്നത് നല്ലതായിരിക്കും. കാര്യം ആരും നിർബന്ധിച്ചിട്ട് ഇറങ്ങി വന്നവരല്ല അവർ. അവരെക്കുറിച്ച് നിങ്ങൾ വായിക്കുന്നതോ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതോ തെറ്റായ വഴിയിലൂടെയാണ്. അതുകൊണ്ട് ചില സാമ്രാജ്യങ്ങളുടെയൊക്കെ തണലിൽ നിന്നുകൊണ്ട് ഇത്തരം പ്രതികരണങ്ങളൊക്കെ നടത്തുമ്പോൾ ചിലർ കൈയടിക്കും. അവരെ സംബന്ധിക്കുന്നിടത്തോളം ഈ കുരുന്നുകളുടെ ദേഹത്ത് വീഴുന്ന അടി ഒരു രക്ഷിതാവിന്റെ പുറത്ത് വീഴുന്നതായിട്ടോ രക്ഷിതാവിന്റെ മനോഭാവത്തിലോ കാണാൻ കഴിയില്ല. അതിനോടൊപ്പം തന്നെ ജാതി, മതം തുടങ്ങിയ വിഷയങ്ങൾ വലിയ സംഭവമായി മാറുമ്പോൾ നിങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം അതൊക്കെയാണ് പ്രധാന പ്രിവിലേജ്. നമ്മൾ സാമ്പത്തികമായി ഉന്നതിയിൽ നിൽക്കുന്നുണ്ടല്ലോ, ഇനി എന്ത് സാധാരണക്കാരന്റെ വികാരം? ആ മനോഭാവത്തെയൊക്കെ കാലം കുപ്പത്തോട്ടിൽ എറിയുമെന്ന് മാത്രം ഓർക്കുന്നത് നല്ലതാണ്.